welcome back to our channel. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഞാൻ ചെയ്യാം. പലർക്കും ഇപ്പോഴും അറിയില്ല എന്തിനാണ് സെറംസ് യൂസ് ചെയ്യുന്നത്, സെറം കൊണ്ടുള്ള യൂസ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സെറംസ് ഉണ്ട്, ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് സെറംസ് നമ്മൾ എന്തൊക്കെ പ്രോബ്ലംസിനാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഒരുപാട് പേരുടെ ഡൗട്ടാണ്. അപ്പൊ അതുകൂടെ ക്ലിയർ ചെയ്ത് തരാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വൈ സെറംസ്, നമ്മൾ എന്തിനാണ് സെറംസ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ക്രീം അപ്ലൈ ചെയ്താൽ പോരെ, എന്തിനാണ് സെറം യൂസ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് സെറംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാട്ടറി കൺസിസ്റ്റൻസിയിൽ, എന്നാൽ കുറച്ച് തിക്കായിരിക്കും, എന്നാൽ വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള ഒരു രൂപത്തിലാണ് ഈ സെറംസ് വരുന്നത്. ഓക്കെ, മറ്റേ മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ക്രീമി കൺസിസ്റ്റൻസി ആയിരിക്കും. നമ്മൾ സെറം സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിന്റെ പോഴ്സിനുള്ളിൽ കൂടെ വേഗം തന്നെ അത് പെനിട്രേറ്റ് ചെയ്ത് അത് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഫാസ്റ്റ് ആയിട്ട് ഒരു ക്രീം നമുക്ക് തരുന്നതിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നമുക്കൊരു സെറം യൂസ് ചെയ്യുമ്പോഴത്തേക്കും റിസൾട്ട് കിട്ടും. വളരെ തിന്നായതുകൊണ്ട് തന്നെ വേഗം നമ്മുടെ സ്കിന്നിലോട്ട് അത് അബ്സോർബ് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് റിസൾട്ടും തരും. നമ്മുടെ ഇപ്പൊ മാർക്കറ്റിൽ ഒരുപാട് സെറംസ് അവൈലബിൾ ആണ്. എന്തിന് നമ്മൾ യൂട്യൂബ് തുറക്കുന്നത് തന്നെ സെറത്തോട് സെറാണ് ഗൈസ്. സെറം കൊണ്ടുള്ള ഒരു കളിയാണ്. കാരണം ഇപ്പൊ ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സെറം കാര്യങ്ങൾ വെച്ചിട്ടല്ല. കാരണം അത് അത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് തരുന്നത് കൊണ്ട് ഒരു ക്രീമിനേക്കാളും വേഗത്തിൽ നമുക്ക് ഒരു സെറം റിസൾട്ട് തരും. അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കുറച്ച് ഞാൻ പേരുകൾ പറഞ്ഞുതരാം, എനിക്ക് അറിവിലുള്ള കാര്യങ്ങൾ. ഒന്ന് നയാസിനമൈഡ് സെറം ഉണ്ട്, റെറ്റിനോൾ ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്, സാലിസിലിക് ആസിഡ് ഉണ്ട്, കോജിക് ആസിഡ് ഉണ്ട്, പിന്നെ ഗ്ലൂട്ടാതയോൺ സെറംസ് ഉണ്ട്, പിന്നെ ആർബ്യൂട്ടിൻ സെറംസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് സെറംസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ ഇത്രയും സെറംസ് ഉള്ളതിൽ നിങ്ങളുടെ പ്രോബ്ലംസ് അനുസരിച്ച് യൂസ് ചെയ്യേണ്ട സെറം ഏതാണെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. അപ്പോ നിങ്ങളുടെ സ്കിൻ ടോണ് ഭയങ്കര ഡൾ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അൺഈവൻ സ്കിൻ ആയിട്ടിരിക്കുകയാണ്, അത്യാവശ്യം സൺ ടാൻ ഒക്കെ അടിച്ച് ഇരിക്കുകയാണ്, അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെറാണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ് നമുക്ക് അതിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള. ഞാൻ ഫസ്റ്റ് സെറം യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഞാൻ സെറം യൂസ് ചെയ്ത് തുടങ്ങുന്നത് വൈറ്റമിൻ സി എന്നാണ്. അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റമിൻ സിയിൽ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറം ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ വൈറ്റമിൻ സി ആണ് ഈ അൺഈവൻ സ്കിൻ ടോൺ വരുമ്പോഴും അതുപോലെ നമ്മൾ സൺ ടാൻ ഒക്കെ വരുമ്പോഴും മുഖം ഒന്ന് ബ്രൈറ്റ് ആവാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറാണ് ഏത്, വൈറ്റമിൻ സി സെറം. ഓക്കെ, അതല്ല നിങ്ങളുടെ മുഖത്ത് ഭയങ്കര ആക്നി പ്രോൺ, അതായത് ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണ്, ഓയിലി ആണ്, പെട്ടെന്ന് പിമ്പിൾസ് വരുന്ന സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് നമ്മുടെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പിമ്പിൾസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ ഓയിലി സ്കിന്നിന്റെ ഒരു പരിധി വരെ ഓയിൽ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെറാണ് സാലിസിലിക് ആസിഡ്. അതല്ല നിങ്ങൾക്ക് വായുടെ ചുറ്റുമുള്ള പിഗ്മെന്റേഷൻ, അവിടെ ഇങ്ങനെ പിഗ്മെന്റേഷൻ ഉണ്ട്, അങ്ങനത്തെ രീതിക്കുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതുപോലെ ഡൾ സ്കിൻ ആണ്, അതും നിങ്ങളുടെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കോജിക് ആസിഡ്. കോജിക് ആസിഡ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലംസിന് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇപ്പോ ഡാർക്ക് സ്പോട്ട്സ് ആണ്, ഓപ്പൺ പോഴ്സ് ആണ് നിങ്ങൾ ഇഷ്യൂ എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ് നയാസിനമൈഡ് സെറം. ഓപ്പൺ പോഴ്സ് മാറാനും ഡാർക്ക് സ്പോട്ട്സ് ഫെയ്ഡ് ആക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് ഈ നമ്മുടെ ഒരു ക്രീമിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് തരും എന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ റിസൾട്ട് കിട്ടുന്നതല്ല ഈ സെറം. കുറച്ചധികം നാൾ നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഗ്രാജുവലി നമ്മളുടെ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കുറെ എന്തൊക്കെ കാരണത്താലാണ് ഈ സെറംസ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സെറംസ് യൂസ് ചെയ്യണമെന്നാണ്. പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്, ഒട്ടും ഹൈഡ്രേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സെറാണ് ഹൈലറോണിക് ആസിഡ്. അത് കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്കാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക. ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര പ്ലംബി സോഫ്റ്റ് ആയിട്ട് ഭയങ്കര ഹൈഡ്രേഷൻ ആയിരിക്കും ഹൈലറോണിക് ആസിഡ് സെറംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇനി ഏതാ, പിന്നെ നമുക്ക് ആർബ്യൂട്ടിൻ അടങ്ങിയ സെറംസ് കാര്യങ്ങൾ. ആർബ്യൂട്ടിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നില് എന്താണ് ഈ പറഞ്ഞ പോലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനും അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനൊക്കെ ആർബ്യൂട്ടിന്റെ കണ്ടന്റ് അടങ്ങിയത് നല്ലതാണ്. ഈ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൽ നിന്നുള്ള എക്സ്ട്രാക്ട്, നമ്മളൊരു മെഡിക്കേറ്റഡ് പ്ലാന്റ് ഉണ്ട്, ആ പ്ലാന്റ് പേര് കറക്റ്റ് അല്ല, ബെറി പ്ലാന്റ്സ് എന്നോണം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വരുന്നതാണ് ഈ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ചില ക്രീംസോ അല്ലെങ്കിൽ ചില സെറംസോ നമ്മൾ ഡയറക്ട്ലി സണ്ണിലോട്ട് പോകുമ്പോഴത്തേക്കും, അത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സണ്ണിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡാമേജ് ആവാൻ, സ്കിന്ന് ഡാമേജ്, അതായത് സെൻസിറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്, സണ്ണിന്റെ സെൻസിറ്റിവിറ്റി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഈ ആർബ്യൂട്ടിൻ കണ്ടന്റ് ഒന്നും അങ്ങനെ വലിയ ഈ സണ്ണിന്റെ സെൻസിറ്റിവിറ്റി അധികം ഇൻക്രീസ് ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ആർബ്യൂട്ടിൻ എന്ന് പറയുന്നത്.
പിന്നെ വേറെയും കുറെ സെറംസ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ വേറെ ഏത് സെറം ഉള്ളത്? നയാസിനം, റെറ്റിനോൾ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിങ്കിൾസ് മാറാനും ആന്റി ഏജിങ് ആക്കാനും വേണ്ടി. അതായത് ഒരു 30+ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്ത് തുടങ്ങേണ്ട ഒരു സെറം, അല്ലെങ്കിൽ ക്രീം ബേസ് ആയാലും മതി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ സെറംസ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വരും. സെറാണ് റെറ്റിനോൾ. 30+ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് തുടങ്ങുക. വന്നതിന് ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ സംരക്ഷിക്കുന്നതിനേക്കാളും നല്ലത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണം നേരത്തെ കൂട്ടി നമ്മൾ എടുക്കുന്നതാണ്, പ്രിവെൻഷൻ നമ്മൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ റെറ്റിനോൾ സെറംസ് റിങ്കിൾസ് മാറാനും ആന്റി ഏജിങ് ആയിട്ടുള്ള ആൾക്കാർ, ആന്റി ഏജിങ് വരാതിരിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ റെറ്റിനോൾ സെറം എന്ന് പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും സെറത്തിനെ കുറിച്ച് പറയാനുണ്ടോ കേസരിക്ക്? പിന്നെ ഗ്ലൂട്ടാതയോണിനെ കുറിച്ച് ഞാനൊരു വൻ വീഡിയോ തന്നെ ഞാൻ കഴിഞ്ഞ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരെ കണ്ടോക്കെ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഏത് സെറം, ഇപ്പം എന്റെ അറിവില് അത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സെറംസ് ഇതൊക്കെയാണ്. ഇനി വേറെ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് എവിടെയെങ്കിലും സൈഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും കൊടുക്കാൻ നോക്കാം. പക്ഷെ ഈ സെറംസിന്റെ കാര്യത്തിൽ എപ്പോ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഡൗട്ട്സുകൾ കാര്യങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പോൾ ഈ വൈറ്റമിൻ സി, നയാസിനമൈഡ് എന്നൊക്കെ പറയുന്ന സെറംസ് നമുക്ക് ഹൈലറോണിക് ആസിഡ് ആയാലും നമുക്ക് രാവിലെയും രാത്രിയും യൂസ് ചെയ്യാൻ പറ്റുന്ന സെറംസ് ആണ്. പക്ഷെ മാക്സിമം ഞാൻ സെറംസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്, അപ്പൊ അതിനൊരു ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് രാത്രി. കാരണം ചിലർക്ക് സണ്ണിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും സൺബേൺ ആക്കാനോ അങ്ങനെ ഒരു ചാൻസ് വരാം. എല്ലാവർക്കും അല്ല, ചിലർക്ക്. പക്ഷെ റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ 2 നേരം യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷെ 2 നേരം യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് രാത്രി മാത്രം യൂസ് ചെയ്താലും മതി. പക്ഷെ റെറ്റിനോൾ പോലുള്ള സെറംസ്, ഈ റെറ്റിനോൾ ഒക്കെ ആണെങ്കിൽ 1 ടൈം, അത് നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ, രാവിലെ യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഞാൻ പല ഡോക്ടേഴ്സിന്റെയും വീഡിയോ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത് റെറ്റിനോൾ കണ്ടൻസ് രാത്രി മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ചിലർക്കെന്ന് വെച്ചാൽ ഒന്നിലധികം പ്രോബ്ലംസ് ഉള്ളവർ കാണും. അതായത് ഞാൻ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ചില ആൾക്കാർ ഇപ്പോഴും അറിഞ്ഞൂടാതെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നില് ഭയങ്കര ആക്നി പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്, അല്ലെങ്കിൽ പിമ്പിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള എന്താണ് ഓയിലി സ്കിന്നാണ്. അങ്ങനെയുള്ളവർ നേരെ ഇത് മാറുന്നുണ്ട് വൈറ്റമിൻ സി സെറം എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എഫക്റ്റീവ് ആവില്ല. നമുക്ക് പിമ്പിൾ കുറയ്ക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഏറ്റ സെറംസ് ആണ്, അതായത് സാലിസിലിക് ആസിഡ്, അതിന് ഏറ്റ സെറംസ് ആണ് നമ്മൾ യൂസ്. നമ്മൾ കാര്യം അറിയാതെ ഒരു പ്രോഡക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. പിന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടില്ല, പതുക്കെ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഓരോ ആസിഡ്സിനും ഓരോ സെറംസിനും അതിൻ്റെതായ കോൺസെൻട്രേഷൻസ് ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ വൈറ്റമിൻ സി ആണെങ്കിലും റെറ്റിനോൾ ആണെങ്കിലും സാലിസിലിക്, നയാസിനമൈഡ്, കോജിക് ആസിഡ്, ഇതിനൊക്കെ ഭയങ്കര എന്താണ് കൂടിയ കോൺസെൻട്രേഷൻ ഉണ്ട്, കുറഞ്ഞ കോൺസെൻട്രേഷൻ. 2% ആണ് ബിഗിനേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യമായിട്ട് ഒരു സെറം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2% കണ്ടൻസ് ഉള്ളത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നമുക്ക് റിയാക്ഷൻ വരുന്നത് കുറച്ച് കുറയ്ക്കാൻ എന്താണ് ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ നമ്മൾ കോൺസെൻട്രേഷൻ കൂടിയതിനെടുത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് അത് പെട്ടെന്ന് സ്യൂട്ട് ആവത്തില്ല. ഇപ്പൊ ചിലർക്ക് നയാസിനമൈഡ് സ്യൂട്ട് ആവില്ല, ചിലർക്ക് കോജിക് ആസിഡ് സ്യൂട്ട് ആവില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കമന്റ്സിൽ ഒരുപാട് കമന്റ്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കോജിക് ആസിഡ് സ്യൂട്ട് ആവാത്തവരുണ്ട്, നയാസിനമൈഡ് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് വന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ. എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഉണ്ട്, ആ കൂടെ ഫേസ് ഉൾപ്പെടെ, ഈ സൈഡില് ഫേസ് ഉൾപ്പെടെ എന്താണ് ആ കുട്ടിയുടെ നയാസിനമൈഡ് യൂസ് ചെയ്തതിന് ശേഷം ആ കുട്ടിക്ക് ഇങ്ങനെ മുഖക്കുരു പഴുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കോൺസെൻട്രേഷൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. അത് 10% കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തേക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് യൂസ് ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. കാരണം അപ്പൊ നമ്മൾ ഇപ്പൊ ഞാനായാലും ആരായാലും ഏതൊരു പ്രൊഡക്റ്റ് പറഞ്ഞാലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. ചിലർക്ക് ഈ സെറംസ്, ഈ എന്താണ് ഈ നയാസിനമൈഡ്, അതുപോലെ വൈറ്റമിൻ സി ഇതെന്നൊക്കെ പറയുന്നത് അവരുടെ സ്കിന്നിന് ചേരത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാച്ച് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ വാങ്ങിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് റിയാക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് അത് അവോയ്ഡ് ചെയ്യുക, അത് യൂസ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നിലധികം പ്രശ്നമുള്ളവർ കാണും. ചിലർക്ക് എന്താണ് അൺഈവൻ സ്കിൻ ടോൺ കാണും, പിന്നെ കുറച്ച് പിമ്പിൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇഷ്യൂ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2 സെറംസ് 3 സെറംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറം ഡാർക്ക് സ്പോട്ട്സ് മാറാനും സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും അതുപോലെ അത്യാവശ്യം സൺ ടാൻ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത് വർക്ക് ചെയ്ത ഒരു സെറം ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം.
അപ്പൊ ഇതാണ് ആ ഒരു സെറം വന്നിട്ട്. ഇത് ഷിക് ന്യൂട്രിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഔട്ട്ഷൈൻ ഫേസ് സെറാണ്. ഇതിനകത്ത് നയാസിനമൈഡ് ഉണ്ട്, ആർബ്യൂട്ടിൻ ഉണ്ട്, ഗ്ലൂട്ടത്തയോൺ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു സെറം ഞാൻ ഒരു 2 to 3 വീക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിന്ന് നല്ല നിങ്ങൾക്ക് ഗ്ലാസ് സ്കിന്ന് വേണം, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കണം സ്കിൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ. ഓക്കെ, അപ്പോ ഇത് 30 ml പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഇത് ഭയങ്കര നമ്മുടെ സ്കിന്ന് നല്ലപോലെ ഗ്ലോയിങ് ആക്കും. ഞാനിത് 1-2 വീഡിയോസിൽ ഞാൻ പല സ്കിൻ കെയർ കാര്യങ്ങൾ ചെയ്തപ്പോഴും മേക്കപ്പ് കാര്യങ്ങൾ ചെയ്തപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫോർമുലേഷൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് രാവിലെയും രാത്രിയും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ രാവിലെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മാത്രം നിങ്ങൾ പുറത്തിറങ്ങുക. ഇത് നല്ല സ്കിന്ന് ഭയങ്കര നമ്മുടെ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റി ഒരു ഈവൻ ടോൺ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1-2 സെറംസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഈ കണ്ടൻസ് എല്ലാം കൂടെ ഉള്ള സെറം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ പറഞ്ഞാൽ ഞാൻ അടുപ്പിച്ച് കുറച്ച് ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ട്രാവൽ ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല സൺടാനും പിഗ്മെന്റേഷനും വന്നിട്ടുണ്ട്. ഭയങ്കര ഡ്രൈനെസ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറയ്ക്കാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത പ്രോഡക്റ്റുകളിൽ ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു സെറം വന്നിട്ട്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി കാണാം. ഇത് വന്നിട്ട് ഒരു വാട്ടറി കൺസിസ്റ്റൻസിയാണ്, കുറച്ച് തിക്കും കൂടെയാണ്. നമ്മുടെ സ്കിന്നിൽ ഇത് ഇടുമ്പോൾ തന്നെ വേഗം അബ്സോർവ് ആയി പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ പശ എന്നുള്ള ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. പിന്നെ ഇത് 2 നേരം യൂസ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സ്കിൻ നല്ലപോലെ ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യാൻ താല്പര്യമുള്ള ടോൺ ചെയ്യുക, പിന്നെ ഈ ഒരു സെറം അപ്ലൈ ചെയ്യുക, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തിട്ട് പോവാം. ബ്രാൻഡ് അതായത് ഷിക് ന്യൂട്രിക്സ് ഔട്ട്ഷൈൻ, അതായത് ഷിക് ന്യൂട്രിക്സിന്റെ ബ്രാൻഡിന്റെ തന്നെ വേറെ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിന്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഗ്ലൂട്ടാത്തയോൺ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് നമ്മൾ കഴിച്ചാലുള്ള ഗുണം എന്താണ്, അങ്ങനെയൊക്കെ ഒരുപാട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്താണ് ഗ്ലൂട്ടാത്തയോൺ എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പറഞ്ഞൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ചിലർക്ക് ഉള്ളിലോട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാൽ സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കണം, സ്കിന്നിലുള്ള ഒട്ടുമിക്ക ഈ പിഗ്മെന്റേഷൻ കാര്യങ്ങൾ, സൺടാൻ വന്നിട്ടുള്ള പിഗ്മെന്റേഷൻ അങ്ങനെയൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ തന്നെ ബ്രാൻഡിന്റെ ഈ ഒരു ഔട്ട്ഷൈൻ സെറം വാങ്ങിച്ച് യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ചില ബ്രാൻഡുകൾ നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ സ്യൂട്ടായെന്ന് വരാം ചില ബ്രാൻഡ്സ്. പക്ഷെ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് യാതൊരു പ്രശ്നവും എനിക്ക് വന്നില്ല. ഇതിനകത്തും നയാസിനമൈഡ് ഉണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും വന്നില്ല. ഞാൻ 1-2 വീഡിയോസിൽ കഴിഞ്ഞതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തത്, നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റ്. പിന്നെ കോജിക് ആസിഡ് എനിക്ക് അങ്ങനെ പറ്റാറില്ല, ചിലപ്പോൾ ആ ബ്രാൻഡിന്റേതായിരിക്കാം, അതും എനിക്കറിയില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, ചിലപ്പോൾ ബ്രാൻഡിന്റേതായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്നതാണ്. കൂടാതെ അവർ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു 10% ഡിസ്കൗണ്ട് കൂടെ എന്റെ ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം. അതിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ താല്പര്യമുള്ളവര് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ ഒന്നും കൂടെ ഈ ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഷിക് ന്യൂട്രിക്സ് ഔട്ട്ഷൈൻ ഫേസ് സെറം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമന്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ആണെങ്കിലും എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും അത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബാക്കി കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ പോയി ചെക്ക് ചെയ്യണം. അപ്പൊ അത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.